നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 767. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. 35 സർഗം ധ്യാനയോഗം എന്നുള്ള സർഗമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 14ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ. വിശ്വം പുലർത്തും വര ശംഖചക്രഗതാംബുജം പൂണ്ട ചതുർഭുജങ്ങൾ പീതാംബരപ്പട്ടിനു മീതെ മിന്നിത്തിളങ്ങിടും ചാരു സുവർണകാഞ്ചി. അവിടെയാണ് നിർത്തിയത്. ഇനി മണിച്ചിലമ്പെന്തുപതായും, മണിച്ചിലമ്പ് ശബ്ദമുണ്ടാക്കുന്നതാണ് ഭഗവാന്റെ ചിലമ്പ്. ഉള്ളം സമുദ്ധരിപ്പോർക്കവലംബമായും, ഉള്ളം സമുദ്ധരിപ്പോർക്ക് ഉള്ളം ഉണർന്നവരെ ഭഗവാൻ ഉദ്ധരിക്കും. അല്ലാത്തവരിൽ ഭഗവാൻ കൂടസ്ഥനായിട്ടുണ്ടെങ്കിലും അവർക്ക് പുനരഭിജനനം കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഉള്ളം സമുദ്ധരിപ്പോർക്കവലംബമായും സമസ്തലോകാശ്രയണീയമായും വിളങ്ങിടും ശ്രീചരണാരവിന്ദം. ഭഗവാന്റെ തിരുവാദ പത്മങ്ങളല്ലാതെ കണ്ട് ആശ്രയിക്കാൻ നമുക്ക് വേറൊന്നുമില്ല. ഈ മട്ടിൽ വിശ്വൈക മനോജ്ഞമായ നീലാംബുദ ശ്യാമള കോമളാംഗം, ഈ മട്ടിൽ വിശ്വമനോജ്ഞമായ, വിശ്വത്തിന് മനോജ്ഞമായ നീലാംബുദ ശ്യാമള കോമളാംഗം മുഴുക്കയും മെല്ലെ മനക്കുരുന്നിൽ ഉറയ്ക്കും അഭ്യാസമിയെന്നിടേണം. മനസ്സിൽ കേശാദിപാദം പാദാദി കേശം വിസ്തരിച്ച് ധ്യാനിക്കണം. വിസ്തരിച്ച് ധ്യാനിക്കാൻ നിവൃത്തിയുള്ളൂ. അലഞ്ഞിടാനോടുകിൽ ഉൾക്കുരുന്നാൽ. ചിലവർക്ക് ഈ ധ്യാനം ഉറക്കില്ല. കാരണം എന്താ? ചഞ്ചലിപ്പുള്ള മനസ്സ് വൈകൃതങ്ങളായിട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മളെ തള്ളിയിടും. ഓടുകിൽ ഉൾക്കുരുന്നാൽ പിടിച്ചു പിന്നോട്ട് വലിച്ചു വീണ്ടും. നന്നാവാൻ സമ്മതിക്കില്ല. ചുരുക്കത്തിൽ എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല അല്ലേ? അലഞ്ഞിടാനോടുകിൽ ഉൾക്കുരുന്നാൽ പിടിച്ചു പിന്നോട്ട് വലിച്ചു വീണ്ടും. നിർത്തിയിടണം തൻ്റെ ശുഭാശ്രയത്തിൽ. ഭഗവാന്റെ തിരുവാദ പത്മത്തിൽ ദൃഢമായ ഭക്തി വന്നാൽ ഇതൊന്നും പ്രശ്നമല്ല, വേഗം ശരിയാവും. മനസ്സിനോടന്യ വിചാരമാകെ വെടിഞ്ഞ് സർവേശ്വര ചിന്ത ചെയ്യുവാൻ. എന്തൊക്കെയാ പറഞ്ഞത്? മനസ്സിനോട് അന്യവിചാരമാകെ വെടിഞ്ഞ് സർവേശ്വര ചിന്ത ചെയ്യുവാൻ കൽപ്പിക്കണം ബുദ്ധിയോടൊത്ത്. ഉറപ്പാർന്നതൊക്കെയാം മർത്യനു ജന്മലാഭം. ഒരു മർത്യൻ, മരണം സ്വാഭാവികമായിട്ടുള്ള മനുഷ്യൻ്റെ ജന്മലാഭം എന്താ? കൽപ്പിക്കണം ബുദ്ധിയോടൊത്തുറപ്പാർന്നതൊക്കെയാം. ബുദ്ധിനെ ശാസിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. ആരോടാ പറഞ്ഞത്? അവരവരുടെ ബുദ്ധിയോട്. ദുഷ്ബുദ്ധി വേണ്ട, നേരായ ബുദ്ധി മതി എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കണം. സരോജനേത്രൻ്റെ മൃദുസ്മിതാധമുഖാംബുജം വെട്ടിനിയൊന്നുപോലും. എന്തേ നമ്മൾ ധ്യാനിക്കണ്ടു? സരോജനേത്രൻ്റെ, സരോജ താമരപ്പൂതളം
താമരയുടെ ഇളം താമര താമരയുടെ അതെ അല്ലേ, താമരപ്പൂവിൻ്റെ ഇതള് പോലെയുള്ള കണ്ണുള്ളവൻ മൃദുസ്മിതാദ്രമുഖാംബുജം വിട്ടിനിയൊന്നുപോലും ചിന്തിക്കവയ്യാതെഴും അപ്രകാരം വിളങ്ങും എന്ന് ഉത്തമ ഭക്തനോയാൻ. ഉത്തമ ഭക്തന് ഭഗവാന്റെ തിരുപാദപത്മങ്ങളും തിരുമുഖവും അല്ലാണ്ട് വേറൊന്നും കാണില്ല, ആവശ്യമില്ലാത്തതൊന്നും കാണില്ല. അതാണ് ആ മട്ട് അന്നോനതി സൂക്ഷ്മമാത്മസ്വരൂപമാർന്ന് ആ മട്ട് അന്ന് ആ മട്ട് എന്നോനതി സൂക്ഷ്മമാത്മസ്വരൂപമാർന്ന് ഉൾത്തടമാകെ മാന്. അതായത് ഉൾത്തടം നേരായാൽ, മനസ്സ് നന്നായാൽ എല്ലാം നന്നായി, ഇല്ലെങ്കിൽ ഒന്നും നന്നായിട്ട് കാര്യമില്ല. ആ മട്ട് എന്നോനതി സൂക്ഷ്മമാത്മസ്വരൂപമാർന്ന് ഉൾത്തടമാകെ മാഞ്ഞ് സച്ചിൽ ഘനാനന്ദ നിമഗ്നനൊന്ന്. സച്ചിൽ ഘനാനന്ദം, ഘനം ആനന്ദം, ആനന്ദം ഘനീഭവിക്കുക, പ്രേമസ്വരൂപൻ എന്നർത്ഥം. അപ്പോൾ സച്ചിൽ ഘനാനന്ദ നിമഗ്നനൊന്നും അറിഞ്ഞിടില്ലെങ്ങും അഭിന്നനായോൻ. അഭിന്നൻ, അതായത് കാണുന്നു സർവാത്മകനെ ഒരെന്നിൽ, അറിഞ്ഞിടലെങ്ങും അഭിന്നമായോൻ. ഈ വണ്ണം അത്യുൽക്കടഭക്തിയാർന്നോൻ. അത്യുൽക്കടമായ ഭക്തിയുള്ളവന് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതിൽ ബാക്കിയുള്ളവരൊക്കെ നരകമാകുന്ന കാലചക്രത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന. ഈ വണ്ണം അത്യുൽക്കടഭക്തിയാർന്നോൻ കാണുന്നു സർവാത്മകനായൊരെന്നിൽ ധ്യാതാവിനെ ധ്യേയനിമഗ്നനായി. ധ്യാതാവിനെ, ആരേനെയാ ധ്യാനിക്കണത്? അദ്ദേഹത്തിനെ നിമഗ്നനായി മഹാഗ്നിയിൽ തീപ്പൊരി എന്ന പോലെ. മഹാഗ്നിയിൽ ഒരു തീപ്പൊരി വീണു എന്നുകൊണ്ട് ആരും കരയാറില്ല. മഹാഗ്നിയാണ്, ഒരു തീപ്പൊരി വീണോട്ടാണ്, എന്താ കുഴപ്പം? മനസ്സ് ഈ വണ്ണം ഭഗവാങ്കലേകീഭവിക്കുവാൻ, ഏകീഭവിക്കാൻ, ഭഗവാനായിട്ട് തീരാൻ. അപ്പോഴാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ പറ്റില്ലേ. മനസ്സ് ഈ വണ്ണം ഭഗവാങ്കലേകീഭവിക്കുവാൻ ഭാഗ്യമയെന്ന ധന്യൻ. ഭഗവാനിൽ ലയിക്കാൻ ഭാഗ്യം ചെയ്ത മനുഷ്യൻ സത്വാദിമൂന്നാലുളവാം പ്രപഞ്ച വിഭ്രാന്തിയൊട്ടാകെ അകന്നു മിന്നും. വിഭ്രാന്തിയിൽ നിന്ന് അകന്നിരിക്കുന്ന അർത്ഥം. വിഭ്രാന്തിയിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ കാണില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ മനസ്സ് ഈ വണ്ണം ഭഗവാങ്കലേകീഭവിക്കുവാൻ ഭാഗ്യമി എന്ന ധന്യൻ സത്വാദിമൂന്നാലുളവാം പ്രപഞ്ച വിഭ്രാന്തിയൊട്ടാകെ അകന്നു മിന്നും. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ഉപാസനാകാണ്ഡേ പഞ്ചത്രിംസസർഗഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 36-ാം സർഗം, അതിൻ്റെ പേര് സിദ്ധിവർണ്ണനം. ഇത് ധ്യാനയോഗമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി സിദ്ധിച്ചെന്താ അതാണ് പറഞ്ഞിരിക്കുന്നത്. 36-ാം സർഗം. ഓം നമോ ഭഗവതേ വാസുദേവായ. മനസ്സടങ്ങും ഭക്തന് കൈവരും സിദ്ധിതൻ ക്രമം. മനസ്സ് ചഞ്ചലിപ്പില്ലാണ്ട് ഭഗവാൻ ലയിച്ചാൽ ഭക്തന് കൈവരും സിദ്ധിതൻ ക്രമം. ചോദിക്കയാൽ ഉദ്ധവനോടരുൾ ചെയ്താൻ മഹാപ്രഭു. ചോദിക്കാതെ കണ്ട് ഭഗവാനൊന്നും പറയില്ല, ചോദിച്ചിട്ടുണ്ട് ഉദ്ധവര്. അപ്പോൾ അതിന് മറുപടി പറയാണ്. അഷ്ടൈശ്വര്യങ്ങളെന്നെങ്ങും പുകൾ പൂണ്ടുള്ള സിദ്ധികൾ. 8 സിദ്ധികളാണ് അഷ്ടൈശ്വര്യങ്ങൾ. അഷ്ടൈശ്വര്യങ്ങളെന്നെങ്ങും പുകൾ പൂണ്ടുള്ള സിദ്ധികൾ 8 അതിപ്രധാനങ്ങൾ. മുഖ്യമായവ എന്നിലാം. എന്താത്? എൻ പാദോപാസകരിലും ഭഗവാന്റെ പാദോപാസകരിലും കാണാം അവ പലപ്പോഴും. അതല്ലാതെ ഇനിയും സിദ്ധി 10 ഗുണാവഹം.
10 സിദ്ധി. അഷ്ടൈശ്വര്യം എന്ന് മാത്രമല്ല, ശരീരം ചെറുതായിടൽ 1, വലുതായിടിലാവിധം. ശരീരം ചെറുതാക്കുക 1, വലുതാക്കുക വേറൊന്ന്. കണമില്ലാതെയായിടുക ഈ വണ്ണം 3 സിദ്ധിയാം. അതായത് ശരീരത്തിനെ വലുതാക്കുക, ചെറുതാക്കുക, ഘനമില്ലാതെ ഉണ്ടാക്കുക. പിന്നെയോ സർവപ്രാണികൾ തന്നിന്ദ്രിയങ്ങളാൽ ഏതഭീഷ്ടവും കൈക്കൊള്ളും കഴിവോർത്തേടിൽ പ്രാപ്തി എന്നൊരു സിദ്ധിയാം. പ്രാപ്തി പ്രാപ്തനാവുക, പ്രാപ്തിയായി. പറഞ്ഞെന്താ? സർവപ്രാണികൾ തന്നിന്ദ്രിയങ്ങളാൽ ഏതഭീഷ്ടവും കൈകൊള്ളും കഴിവോർത്തേടിൽ പ്രാപ്തി എന്നൊരു സിദ്ധിയാം. വിണ്ണിലും മഞ്ഞിലും കേൾക്കുന്നതും കാൺമതുമൊക്കെയും കൈവരുത്തിടുവാൻ കേൾപ്പു കണ്ടാൽ പ്രാകാശസിദ്ധിയാം. 5ാമത്തെ സിദ്ധി. വിണ്ണിലെ, ആകാശത്തും അല്ലെങ്കിൽ സ്വർഗലോകത്തെന്നും പറയാം. വിണ്ണിലും മഞ്ഞിലും കേൾക്കുന്നതും കാൺമതും ഒക്കെയും കൈവരുത്തിടുവാൻ കേൾപ്പു കണ്ടാൽ പ്രാകാശസിദ്ധിയാം. ഈശിത്വം സിദ്ധിയെങ്ങെങ്ങും. ഈശിത്വം 6ാമത്തത്. തൻ്റെ ശക്തിപ്രവർത്തനം. വശിത്വം വിഷയാസക്തി ബാധിക്കാതുല്ലസിക്കയാം. വശിത്വം, ഈശത്വം, സിദ്ധിയെങ്ങെങ്ങും തൻ്റെ ശക്തിപ്രവർത്തനം. വശിത്വം വിഷയാസക്തി ബാധിക്കാതുല്ലസിക്കയാം. കാമങ്ങളൊക്കെയും സാധിപ്പതു കാമവാസായിത ഇവയെട്ടും തെളിഞ്ഞ എന്നിൽ കാണാം സ്വാഭാവികങ്ങളാം. ഈ അഷ്ടൈശ്വര്യങ്ങളും ഭഗവാനിൽ നിരന്തരം കാണാം. അപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയാൽ ഈ 8 സിദ്ധി ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവണം. പിന്നെ പറയണു അനൂർമിമത്വം പൈതാഹാദികൾ നീങ്ങിടും മന്നില വിദൂരമുളവാം ശബ്ദവും കേൾപ്പാനും അതുമാതിരി. അനൂർമിതത്വം പൈതാഹാദികൾ നീങ്ങിടും മന്നിൽ. അല്ലേ? പൈതാഹം, വിശുപ്പ്, ദാഹം ഉണ്ടാവാണ്ടിരിക്കുക. അനുർമിതത്വം പൈതാഹാദികൾ നീങ്ങിടുമൻ. അന്നില, മഞ്ഞിലല്ല, ആ നില. വിദൂരമുളവാം ശബ്ദം കേൾപ്പാനും അതുമാതിരി. രൂപം കാണാനും. ദൂരത്തുള്ള ശബ്ദം സ്പെസിഫൈ ചെയ്യാൻ സാധിക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുക. വിദൂരത്തുള്ള രൂപം കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുക. രൂപം കാണാനും ആ സിദ്ധി. ദൂരശ്രവണ ദർശനം. മനസ്സെത്തിടും ഇടം, മനസ്സെത്തിടും തിടം ദേഹം കൂടെ എത്തുക എന്നതാം. മനസ്സ് എവിടെ എത്തും അവിടെ ശരീരം എത്തിക്കാൻ സാധിക്കുക. മറ്റുള്ളവർക്ക് അറിയില്ല നമ്മൾ എവിടെ പോയി എന്നുള്ളത്. അതുണ്ടെങ്കിൽ പല കാര്യം നടക്കുമല്ലേ? പറ്റില്ല മക്കളെ, ഭഗവാൻ തരില്ല. ഭഗവാൻ ആവശ്യമുള്ളതേ തരൂ, കർമ്മത്തിനനുസരിച്ചിട്ടുള്ളതേ തരൂ. മനോജവം, മനസ്സിനെ ജയിക്കുക. മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വസിഷ്ഠം വേദാത്മജം വാനരയൂതം മുഖ്യം. ഇപ്പോഴൊക്കെ ഒരു ശ്ലോകങ്ങളുണ്ട്. മനോജവം, മനസ്സിനെ ജയിക്കുക. കാമരൂപം ഇഷ്ടരൂപമെടുക്കലാം. കാമരൂപം, ഇഷ്ടപ്പെട്ട രൂപത്തെ ധരിക്കുക. ഹനുമാൻ അത് സാധിച്ചിരുന്നു എന്നാണ് പറയണത്. മനോജവം കാമരൂപം ഇഷ്ടരൂപമെടുക്കലാം. സ്വച്ഛന്ത മൃത്യു. ഭീഷ്മ പിതാമഹൻ. ഭീഷ്മാദ്യർക്കെന്നമാതിരി സിദ്ധിയാം. എല്ലാവർക്കും സാധിക്കില്ല. ദേവലീലകളും മറ്റും ദർശിപ്പതൊരു സിദ്ധിയാം. ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത് ശരിക്ക് ഞാനൊരു ഒരു ലൈഫ് എക്സ്പീരിയൻസ് പറയാം. ഈ മനസ്സ് അവിടെ ഉറയ്ക്കാതെ കണ്ടിരിക്കുന്ന സമയത്ത് കാലമുണ്ടായിരുന്നു, മനസ്സുറയ്ക്കാത്തൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ എത്തിയാൽ 2-2.5 മാസം ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും നാട്ടിലെത്തും. അപ്പോൾ മച്ചിൽ വിളക്ക് വയ്ക്കാൻ
നമ്മൾ ചെല്ലണമെന്നാ. അങ്ങനെ ഒരു അഖിലത നിയമം. കാരണം നമ്മൾ മത്സ്യമാംസം കഴിക്കാത്ത ആൾക്കാർ ബ്രാഹ്മണൻ്റെ മകൻ ബ്രാഹ്മണ്യം നേടിയെടുത്തിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇനി അങ്ങനെ തന്നെ പറയാം. ബ്രാഹ്മണ്യം നഷ്ടപ്പെടുത്താത്ത ഒരാൾ. എന്നാൽ ബാഹ്യ അടയാളങ്ങളൊന്നും ഇല്ല, ഇനി കുടുംബമില്ല, പൂണൂലില്ല, ആൾക്കാർക്ക് നമ്മളെ സമ്മതമാണ് രംഗേരുടെ മകൻ. അപ്പോൾ ഒരു ദിവസം മനസ്സിലിങ്ങനെ തോന്നുകയാണ്, ഭഗവതിക്ക് കടപ്പുറമ്പത്ത് ഭഗവതിക്കാണ് വിളക്ക് വയ്ക്കണത്. അപ്പോൾ ആ ഭവനത്തിൽ ശ്രേഷ്ഠമായിട്ട് 2 കാവുണ്ട്. അപ്പോൾ ഈ കാവിൻ്റെ ഐശ്വര്യം നാഗങ്ങളാണെന്നറിയാം. അപ്പോൾ പടമുള്ള നല്ല ഇനം നാഗന്മാരെ കാണണം എന്നൊരാഗ്രഹം തോന്നി മനസ്സിൽ. അത് തോന്നാൻ പാടില്ല. കാരണം മനുഷ്യ ചക്ഷുസ്സുകൊണ്ട് ഈശ്വരീയ ദർശനം ഉണ്ടായാൽ അപകട എന്നാ പറയാം. അപ്പോൾ കണ്ടു. അത് ലേറ്റർ ഓൺ എനിക്ക് സ്വാതന്ത്ര്യമുള്ള പന്തലക്കോട് പന്തലക്കോടത്തൊരു തിരുമേനി ഞങ്ങളുടെ നാട്ടിൽ വിവാഹം കഴിച്ച് അവിടുത്തെ മകനായിട്ട് ഇരിക്കുന്നുണ്ടായിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ഒരു വെൽ വിഷറാണ്. സംസാരത്തിൽ അങ്ങനെ വന്നു. അപ്പോൾ രാജൻ ആ ആഗ്രഹം വേണ്ടിയിരുന്നില്ല. കാരണം ഈശ്വരമായ കാര്യങ്ങൾ നമ്മൾ കാണാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, പാപപരിഹാരാർത്ഥം ദേവീ മാഹാത്മ്യത്തിൽ 11-ാമത്തെ അധ്യായം ഉരുവിടുക. അതിലാണ് യാ ദേവി സർവഭൂതേഷു എന്നുള്ള 1032 വ്യാകൃതികളെ പറ്റി പറയും. അത് വശാക്കുക, അതങ്ങനെ നിരന്തരം സ്മരിക്കുക. അപ്പോൾ എന്തിനും ഏതിനും പരിഹാരമുണ്ട് സനാതനധർമ്മത്തിൽ. അതുകൊണ്ടാണ് ഇവിടെ പറയാൻ കാരണം, കാമരൂപം ഇഷ്ടരൂപമെടുക്കലാം സ്വച്ഛന്ത മൃത്യു ഭീഷ്മാദ്യർക്കന്നമാതിരി സിദ്ധിയാം ദേവലീലകളും മറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ദർശിപ്പതൊരു സിദ്ധിയാം വിചാരിപ്പതു സാധിക്കുന്നത് സങ്കല്പസിദ്ധിയാം. അവിടെ ഞാൻ ഹരേ കൃഷ്ണ എന്ന് എഴുതിയിട്ടുണ്ട്. വിചാരിപ്പതു സാധിക്കുന്നത് സങ്കല്പശക്തിയാ സിദ്ധിയാം. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പുതുതായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയണു. എൻ്റെ മകള് നാരായണി എന്നാ പേര്. 2.5 വയസ്സുള്ളപ്പോൾ 84 85 ബിഗിനിങ്ങിലോ, കാരണം 83 അവളുടെ നവംബറിലാണ് അവൾ ജന്മദിനം. അപ്പോൾ അന്നൊരു അറ്റ്ലസ് പച്ച ഗ്രീൻ അറ്റ്ലസ് അല്ല, റാലി സൈക്കിളൊക്കെയാണ്. ഇന്നത്തെ ഇമ്പാല കാറ് വാങ്ങണ കൂട്ടത്തിലാണ് അന്ന് റാലി സൈക്കിൾ വാങ്ങുക. അപ്പോൾ ഞാനും എൻ്റെ മിസ്സീസും കൂടി ഈ മോർണിംഗ് കൂട്ടി IITയുടെ മെയിൻ ബിൽഡിങ്ങിൻ്റെയും ലെക്ചർ തിയറിൻ്റെയും ഇടയിൽ സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് ബ്രഷ്നേവ് പ്ലാന്റ് ചെയ്തൊരു മരമുണ്ട്, അതിനൊരു തറയും. ഞാൻ അവളെ ആ തറ കാണുന്ന രീതിയിലൊരു ഫോട്ടോ എടുത്ത് മിസ്സിസിനോട് സ്വകാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു, നാളെ നമ്മുടെ കുട്ടി വലുതായി IITയിലൊരു PhDയിലേക്ക് എടുക്കുകയാണെങ്കിൽ അന്ന് ആ കോൺവക്കേഷൻ ഡ്രസ്സ് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനൊരു ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ ഒന്ന് ചേർത്തി വെക്കണം. യു വിൽ നോട്ട് ബിലീവ് ഇറ്റ് ഹാപ്പൻഡ്. അതാണ് സങ്കല്പസിദ്ധി. അതിനാരൊപ്പം ഉണ്ടാവണം? ഈശ്വരനൊപ്പം ഉണ്ടാവണം, അല്ലാതെ പറ്റില്ല. IITയുടെ ഉള്ളിൽ അതോ അവൾ ഗേറ്റ് അല്ല
JEE പാസ്സായിട്ടില്ല, അവൾ ഗേറ്റ് പാസ്സായിട്ടില്ല. പക്ഷേ അവൾ ബേസിക്കലി BSc MSc കെമിസ്ട്രിയാണ്. പക്ഷേ 2 വർഷം ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ട് ജോലി ചെയ്തു, എക്സ്പോഷറൊക്കെ കിട്ടി, ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് പാസ്സായിട്ട് കൊറോഷൻ സയൻസ് ആൻഡ് എൻജിനീയറിംഗിൽ അവൾ PhD എടുത്തു. 6 കൊല്ലം കഴിഞ്ഞപ്പോൾ അവളുടെ അനിയനും എടുത്തു. അത് വേറെ കാര്യം, അത് സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നില്ല. മകൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ കാര്യം കൊണ്ട് വന്നപ്പോൾ മകൻ ചേച്ചീനെ സൂപ്പർസീഡ് ചെയ്തു. കാരണം അയാൾ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഡെൻമാർക്കിൽ നിന്ന് എടുത്തു. അവിടെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് അയാൾക്ക് ഫാക്കൽറ്റി ആയിട്ട് കിട്ടി. ഇതൊക്കെ ഞാൻ എന്തിനാണ് അങ്ങനെ പറയണത്? ഇറ്റ് ഈസ് എ മോട്ടിവേഷൻ ടു ദോസ് ഹൂ ഹിയർ ദീസ് എപ്പിസോഡ്സ്. ഈശ്വരനെ എങ്ങനെ നമ്മുടെ വശത്താക്കാം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ വശത്ത് നമ്മളെങ്ങനെ ആവാം, അതിനുള്ള മോട്ടിവേഷനാണതൊക്കെ പ്രമുഷയിൽ. അപ്പോൾ ഞാൻ എന്ത് കൺവിൻസ് ചെയ്തിട്ടുണ്ട്, ആ കൺവിൻസ് ചെയ്തത് ഞാൻ നിങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കണമെന്ന് മാത്രം. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ വിചാരിപ്പതു സാധിക്കുന്നതു സങ്കല്പസിദ്ധിയാം, യഥേഷ്ടം എങ്ങും ചെന്നിടാം ആരും കൽപ്പന കേട്ടിടും. പിന്നെ വേറൊന്നേതാ? യഥേഷ്ടം എങ്ങും ചെന്നിടാം ആരും കൽപ്പന കേട്ടിടും. 2 സിദ്ധികളീ വണ്ണം 10 ഉത്കർഷഹേതുവാം. ഈ മുമ്പത്തെ കൂടിയിട്ട് ഇത് 2 കൂടി ആയാൽ എന്തായി? ടോട്ടൽ 10ആയി. 2 സിദ്ധികളീ വണ്ണം 10 ഉത്കർഷഹേതുവാം. ത്രികാലജ്ഞാനം ഉണ്ടാവുക. കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നാൽ മാത്രം പോരാ, വരാൻ പോണത് മനസ്സിലാക്കാൻ സാധിക്കണം. ത്രികാലജ്ഞാനം അജ്ഞാതിസ്തംഭം 2 പ്രസിദ്ധമാം. അതായത് അഗ്നിയാതിസ്തംഭം, അഗ്നീനെ സ്തംഭിപ്പിക്കുക, തീ കെടുത്തുക തന്നെ അർത്ഥം വേണമെങ്കിൽ പറയാം. പ്രസിദ്ധമാം ശീതോഷ്ണാദികളിൽ കായിക എന്ന തത് ദ്വന്ദ്വസിദ്ധിയാം. അതായത് തണുപ്പിലിറങ്ങിയാൽ തണുപ്പും ഉണ്ടാവില്ല, വെയിലത്ത് പോയാൽ ചൂടും ഉണ്ടാവില്ല. അത് വലിയ സിദ്ധിയാണ്. സംശയമാണ്. പരചിത്താധ്യാഭിജ്ഞത്വം, പരചിത്തം, വേറൊരാളുടെ മനസ്സിൽ എന്താണ് എന്നറിയണത് ഒരു സിദ്ധിയാണെന്നാണ് പറഞ്ഞത്. നാരായണ ധാരാളം ജപിച്ചു നോക്കൂ, അത് തന്നെ വരും. ആർക്കും പാര വയ്ക്കാണ്ടിരിക്കണം. പാര വെച്ചാൽ ആ പാരകളൊക്കെ നമുക്ക് തന്നെ കൊള്ളുക. അപ്പോൾ ത്രികാലജ്ഞാനം അജ്ഞാതിസ്തംഭം 2 പ്രസിദ്ധമാം ശീതോഷ്ണാദികളിൽ കായിക എന്നത് അദ്വന്ദ്വസിദ്ധിയാം. പരചിത്താധ്യാഭിജ്ഞത്വസിദ്ധിയും ലോകവിശ്രുതം. പേര് കേട്ടതാണെന്നാണ് പറഞ്ഞത്. എങ്ങും തോൽക്കാകയെന്നുള്ളത് അപരാജയം. ഈ വിധം അപരാജയം ഈശ്വരാനുഗ്രഹമാണ് കേട്ടോ. ജീവിതത്തിൽ തോൽക്കാതെ കണ്ടിരിക്കുക എന്നുള്ളതാണ് ഈശ്വരാധീനത്തിൻ്റെ വേറൊരു കാര്യം. അതിനായിട്ടൊരു കഴിവുണ്ടാവില്ല. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും സമ്പാദിച്ചിട്ടുമില്ല. പക്ഷേ ജന്മാന്തര പുണ്യം കൊണ്ട് ഈശ്വരൻ്റെ ബ്രാക്കറ്റിൽ നമ്മളുണ്ടായി. ഈശ്വരൻ നമ്മളെ താഴത്ത് വെച്ചാൽ ഇറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും പറഞ്ഞ കൂടുതൽ കയ്യിലിങ്ങനെ കൊണ്ട് നടക്കണു. അതാണ് സത്യം, കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് പരിചിത്താധ്യാഭിജ്ഞത്വ സിദ്ധിയും ലോകവിശ്രുതം എങ്ങും തോൽക്കാകയെന്നുള്ള അത് അപരാജയം. ഈ വിധം ഏതാണ്ട് ചൊല്ലിനേനൊട്ടൊന്ന് ഇനി ഏതേതു സിദ്ധികൾ ഏതേതു ധാരണ വഴിക്കുളവാം അതും മോതിടാം. ഇത് പറയാണ്ടതൊക്കെ പറഞ്ഞു. ഇനി വല്ലതുണ്ടെങ്കിൽ ഞാൻ അതിനെയും പറയാം എന്ന് ആരോടതൊക്കെ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള ഉദ്ധവരോട് അല്ലേ? അപ്പോൾ ഏതേതു ധാരണ വഴിക്കുളവാം അത് മോതിടാം എന്നിട്ട് പറയണു. ഏതാണ്ട് പൃഥിവ്യാദി മഹാഭൂതം പരമാണുക്കളേതിലും. പൃഥിവ്യാദി, ഭൂമി, ജലം, അഗ്നി, കാറ്റ്,
ആകാശം. ഇതിലൊക്കെ പൃഥിവ്യാദി മഹാഭൂതം പരമാണുക്കളേതിലും ആത്മാവായി മിന്നും എന്നെ താനതായോർത്തും മനസ്സിന്. ഈ പഞ്ചഭൂതങ്ങളുടെ കഴിവ് മുഴുവൻ ഭഗവാനാണ്. ആ മനസ്സിനെ ഉപാസനം ചെയ്തിടുകിൽ അവൻ അണീമകൈ വരും. അതായത് പഞ്ചഭൂതങ്ങളിൽ ഞാൻ ആത്മസ്വരൂപനായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഈ അണിമാതി സിദ്ധികൾ വരുന്നാണ് ഭഗവാൻ പറഞ്ഞത്. കരിമ്പാറയും ഉൾപൂകാൻ കഴിവുണ്ടാകും ഉദ്ധവ. കരിമ്പാറയും ഉൾപൂകാൻ, കരിമ്പാറയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കാൻ സാധിക്കുന്ന. ആലോചിച്ച് നോക്കണം. ഐ ആം ടോട്ടലി ഇൻവിസിബിൾ. കാരണം എനിക്ക് എന്നെ തന്നെ കാണാനില്ല. കാരണം എന്താ, ഈ ഭഗവാനോട് ചേർന്നിട്ടുള്ള വാക്കുകൾ നമ്മളെ എത്രത്തോളം ഭഗവാനിൽ ലയിപ്പിക്കണം, അതാണ് പറയണത്. അപ്പോൾ കരിമ്പാറയും ഉൾപൂകാൻ കഴിവുണ്ടാകും ഉദ്ധവ. ജ്ഞാനശക്തി മഹത്തത്വ ശരീരത്തിൽ വസിപ്പതായി. മൈ ഗുഡ്നസ്, ജ്ഞാനശക്തി, അറിവാകുന്ന ശക്തി, മഹത്തത്വം ശരീരത്തിൽ വസിപ്പതായി. ഇൻഡൊള്ളറായിരിക്കുന്ന കൂടസ്ഥൻ, സർവജീവഗുഹാശയൻ, അന്തര്യാമി, ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണത്തിൽ. അപ്പോൾ ജ്ഞാനശക്തി മഹത്തത്വം ശരീരത്തിൽ വസിപ്പതായി ഉറപ്പിച്ചോളൂ. അപ്പോൾ പിന്നെ മുത്തർത്ത് കിട്ടണതല്ലാന്ന് മനസ്സിലാക്കുക. ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ട് ഭാഗ്യം ഉണ്ടാവില്ല. എന്നെ ഓർത്തു മഹത്തത്വാകാരമായി തന്മനസ്സിനെ, ഭഗവാനെ ധ്യാനിക്കുക. എന്നെ ഓർത്തു മഹാതത്വാകാരമായി തന്മനസ്സിനെ ഉപാസിച്ചിടിൽ മഹിമാവെന്ന സിദ്ധിയണഞ്ഞിടും പൃഥിവ്യാദി ശരീരത്തിൽ വാഴ്വതായി ഓർത്തതേ വിധം. പൃഥിവ്യാദി ശരീരത്തിൽ ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങൾ ശരീരത്തിൽ വസിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വാഴ്വതായോർത്തതേ വിധം ഉപാസിക്കിൽ അതാതിൻ്റെ മഹത്വം അവൻ ആർന്നിടും. അതാതിൻ്റെ മഹത്വം നമുക്ക് കിട്ടും. വായു ആദി പരമാണുക്കൾക്ക് അന്തര്യാമി സ്വരൂപനായി. വായു ആദി എക്സെട്ര വായാദി പരമാണുക്കൾക്ക് അന്തര്യാമി അവർക്കും അന്തര്യാമിയായിട്ട് ഭഗവാൻ ഉണ്ടെന്ന്. അപ്പോഴോ വിളങ്ങും എന്നിൽ ആമട്ടിൽ അലിഞ്ഞ ഉള്ളം ഇണക്കുകൾ, മനസ്സിനെ ഭഗവാനിൽ അങ്ങോട്ട് ലയിപ്പിക്കുക. അപ്പോൾ ഈ പറയുന്ന പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളൊക്കെ മനസ്സിലാക്കി വരുണാലയത്തിലേക്ക്, നമ്മളിപ്പോൾ സമുദ്രത്തിൽ ചാടിയാലും തണുപ്പുണ്ടാവില്ല, ഐസ് കട്ടയിൽ കടന്നാലും നമുക്ക് തണുപ്പുണ്ടാവില്ല. അത് മനസ്സിൻ്റെ ബലമാണ്, ആത്മബലം. പാദബലം ആത്മബലമാണ് വേണ്ടത്. അപ്പോൾ വിളങ്ങും എന്നിൽ ആമട്ടിൽ അലിഞ്ഞ ഉള്ളം ഇണക്കുകിൽ കാലസൂക്ഷ്മാകൃതിക്കൊത്ത ലഘിമാവേന്തും ആ മുനി. കാലസൂക്ഷ്മാകൃതിക്കൊത്ത ലഘിമാവേന്തും ആ മുനി. അവിടെ നിർത്താം കേട്ടോ. അതായത് സ്പീച്ച്ലെസ്. കുറെ കഴിയുമ്പോൾ നമുക്ക് സ്പീച്ച്ലെസ് ആവും. കാരണം ഭാഗവതീയത, ഭഗവാനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ മതിക്കുമ്പോൾ ഒരു സാച്ചുറേഷൻ പോയിന്റിലെത്തും. എന്തീ പറയണത്, ഇനി എന്താ പറയാനുള്ളത്, അങ്ങനെ എത്തും. അപ്പോഴാണ് ഈ ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കുക. പരമശൈലേ, ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ സർവദാ ഉണ്ടായിരിക്കട്ടെ എന്ന് സ്മരിക്കുന്നതിനോടൊപ്പം നമ്മുടെ പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നുകൂടി സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.